ഹലോ ഫ്രണ്ട്സ്, പീച്ച് ആൻഡ് മീയുടെ പാർട്ട് 6 ആണിത്. കഴിഞ്ഞ പാർട്ടിൽ പീച്ച് മിറോയിനോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല, ഇവിടെ ലവ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഇന്നത്തെ പാർട്ടിൻ്റെ തുടക്കത്തിൽ പീച്ചിനെയും കൊണ്ട് കുന്തി അർസേനയുടെ ഓഫീസിലേക്ക് വരണമെന്നാണ് കാണിക്കുന്നത്. പീച്ച് കുന്തിനോട് പറയുന്നുണ്ട്, എന്നെ വർക്ക് പ്ലേസിൽ ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു, ഇതിപ്പോൾ മോക്കിനെ എന്നെ വീണ്ടും സ്റ്റുഡിയോയ്ക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയായില്ലേ എന്ന് പറയുന്നുണ്ട്. കുന്തി അപ്പോൾ പറയുന്നുണ്ട്, നീ അവിടെ എത്തണേന് 2 മണിക്കൂർ മുന്നാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ അവിടേക്ക് പീച്ചിന്ന് വിളിച്ചിട്ട് നമ്മുടെ ക്ലബ്ബ് വന്നിട്ട് പീച്ചിന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. അപ്പൊ പീച്ചാണെങ്കിൽ എപ്പോഴത്തേം പോലെ നീ വീണ്ടും തല കുളിച്ചില്ലാലേ എന്ന് ചോദിക്കുന്നുണ്ട് അവളുടെ അടുത്ത്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാവിലെയാണ് തല കുളിച്ച പീച്ച്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഓ ഞാൻ നിന്നെ വെറുതെ കളിയാക്കിയതാണ്, ചിലപ്പോ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിലോ എന്ന് പറയുന്നുണ്ട്. പീച്ച് എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്നെ മിസ് ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞേ, പക്ഷെ നീ വീട്ടിലേക്ക് വന്നിട്ട് തന്നെ കുറെ നാളായല്ലോ, ശരിക്കും നീ എന്നെ മിസ് ചെയ്യണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നുണ്ട്, കുന്തിയുടെ ഹൗസ് ഇവിടുന്ന് നല്ല ദൂരമുണ്ട്, അതിലും അടുത്തായിട്ടുള്ളത് എനിക്ക് എന്റെ കോണ്ടോ തന്നെയാണ്. അപ്പൊ കുന്തി അവളോട് പറയുന്നുണ്ട്, എന്നാൽ അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് വർക്കിന് വരാം, നിനക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്ന് പേടിയാണെങ്കിൽ നമുക്കൊരു RV മേടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ക്യാരവൻ മേടിച്ചാലോ എന്ന്. അതാകുമ്പോ നിനക്ക് കുറച്ചും കൂടി ഒരു റെസ്റ്റ് എടുക്കുകയും ചെയ്യാം, വേണമെങ്കിൽ കുളിക്കുകയും ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പ്ലബും കുന്തിയും എപ്പോഴും ചെയ്യാറുള്ള പോലെ ഇങ്ങനെ വിരലും മുട്ടിച്ചിട്ട് അവള് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് പിന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ടൈമിൽ എത്താനൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ മറന്നു, ഞാൻ റിപ്പോർട്ട് ചെയ്യപ്പോ തന്നെ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവൾ ഓടുന്നുണ്ട്. ഇവളിങ്ങനെ ധൃതി പിടിച്ച് ഓടാൻ നിൽക്കുമ്പോ നമ്മുടെ മിറയാണ് അവൾക്ക് വഴി കൊടുത്തതാ, പക്ഷെ അവളുടെ മുന്നിലായിപ്പോയി അവരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സൈഡിലേക്ക് തന്നെ നീങ്ങി കളിക്കാണ്. അപ്പന്നിട്ട് ക്ലബ് പറയുന്നുണ്ട്, നിങ്ങൾ ലെഫ്റ്റിക്ക് പോവാ, ഞാൻ റൈറ്റിക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളൊരു ഒറ്റ ഓട്ടായിരുന്നു അവിടുന്ന് ലിഫ്റ്റിലേക്ക്. അടുത്ത സീനിൽ കുന്തിയും പീച്ചും കൂടിയിട്ട് ഒരു റൂഫ് ടോപ്പിന്റെ മേലെ നിന്ന് സംസാരിക്കേണ്ടതാണ് കാണിക്കുന്നത്. കുന്തിയപ്പ് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ വർക്കിന് പോകാൻ ടൈം ആയില്ലേന്ന്. അപ്പൊ പീച്ച് അതേന്ന് പറയുന്നുണ്ട്. എന്നാ ഞാൻ നിന്നെ വർക്ക് പ്ലേസിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് കുന്തി പറയുന്നുണ്ട്. വേണ്ടെന്ന് പീച്ചപ്പ തന്നെ പറയുന്നുണ്ട്. അതെന്താന്ന് കുന്തിയപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ തന്നെ ഒരുപാട് വട്ടം അർസേനിക്കും സ്റ്റുഡിയോയ്ക്കും ആയിട്ട് മാറി മാറി പോയി കഴിഞ്ഞു എന്ന് പീച്ച് പറയുന്നുണ്ട്. ഇപ്പൊ എന്താ നടന്നേന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കുന്തി ആദ്യം പീച്ചിനെ എന്താ സ്റ്റുഡിയോയ്ക്ക് കൊണ്ടുവന്നാക്കി. അപ്പൊ പീച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോ കുന്തി പറഞ്ഞു, നമുക്ക് ഇനി സമയമുണ്ട്, അത് കാരണം നമുക്ക് അർസേനിയിൽ പോയിട്ട് ഒന്ന് കറങ്ങിട്ട് വരാന്ന് പറഞ്ഞിട്ട് അർസേനിക്ക് പോയി അവിടുന്ന്. എന്നിട്ട് അർസേനിൽ എത്തിയപ്പോ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, നമുക്ക് ഇനിയും സമയമുണ്ട്, അത് കാരണം ഞാൻ നിന്നെ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നാക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോയി. എന്നിട്ട് സ്റ്റുഡിയോയിൽ എത്തിയപ്പോ ഇനി ഞാൻ എന്താ ചെയ്യാ, എന്റെ എക്സ്ക്യൂസുകളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് കുന്തി ഇങ്ങനെ ഭയങ്കര സാഡായിട്ട് പറയുന്നുണ്ട്. പീച്ചിന് മനസ്സിലായി ഇവന് വിടാണ്ടിരിക്കാനാണ് ഇങ്ങനെ കുന്തിയൊക്കെ ചെയ്തേന്ന്. പീച്ചപ്പോ പറയുന്നുണ്ട്, എന്നെ എന്തായാലും ഇപ്പൊ വർക്കിന് വിട്, ഞാൻ നിന്നെ ഈവനിങ് വന്ന് കണ്ടോണ്ടെന്ന് പറയുന്നുണ്ട്. കുന്തി എന്നിട്ട് പറയുന്നുണ്ട്, എന്നാ എനിക്ക് ലാസ്റ്റ് റീഫില് വേണമെന്ന്. അപ്പൊ പീച്ച് ചോദിക്കുന്നുണ്ട്, റീഫില്ല. അപ്പൊ കുന്തി എന്നിട്ട് വന്നിട്ട് പീച്ചിന്റെ ചേക്കിൽ കിസ് ചെയ്യുന്നുണ്ട്. മതി, എന്നെ വർക്കിന് വിടുന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി മാറ്റുന്നുണ്ട്. ഞാനിപ്പോ വർക്കിന് പോട്ടെ, എന്തായാലും ഞാൻ നിന്നെ രാത്രി കാണില്ലേ, നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പീച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുന്തിയാണെങ്കിൽ ആകെ സാഡായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ കുന്തി ഇങ്ങനെ സാഡായിട്ട് ഇരിക്കണ കണ്ടിട്ട് പീച്ച് അപ്പൊ പറയുന്നുണ്ട്, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ബ്രേക്ക് ടൈമിൽ അർസേനിക്ക് നിന്റെ കൂടെ കോഫി കുടിക്കാൻ വരാം, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ രണ്ടുപേരും വർക്കിന് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുന്തിക്കാണെങ്കിൽ എടുക്കാൻ സന്തോഷമായിട്ട് കുന്തി എന്നിട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും ഇങ്ങനെയാണ് ആക്ട് ചെയ്യാതൊന്നും വേണ്ടാന്ന രീതിക്ക്, പക്ഷെ നിനക്കാണെങ്കിൽ എൻ്റെ അടുത്ത് നീ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റണില്ലേ, ഞാൻ എന്തായാലും എൻ്റെ ബഡ്ഡി മോക്കിനോട് പറയാം നിനക്ക് കോഫി പ്രിപ്പയർ ചെയ്ത് വെക്കാൻ. ടീച്ചപ്പ് പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ കുന്തിയാണെങ്കിൽ എന്നാ ഞാൻ നിനക്കൊരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിക്കാം, നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് കോഫി കുടിക്കാനായിട്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുന്തി കണ്ടുപിടിച്ച ഒരു സ്പോട്ടായിരുന്നു അവര് നേരത്തെ നിന്ന റൂഫ് ടോപ്പ്. ഇത്ര നേരം നമ്മൾ കണ്ടത് നേരത്തെ എന്താ ഉണ്ടായെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ അവന്റെ കോഫി ഉണ്ടെന്ന്, അവനാ കോഫിയൊക്കെ കുടിച്ച് നിൽക്കാണ്. അപ്പൊ നമ്മുടെ കുന്തിയാണെങ്കിൽ ഇവനെ വായ നോക്കി നിൽക്കാണ്. അപ്പൊ ടീച്ചർ എന്നിട്ട് കുന്തിനോട് പറയുന്നുണ്ട്, ബ്രേക്ക് ടൈം ഒക്കെ കഴിഞ്ഞു, എനിക്കിപ്പോ എന്തായാലും വർക്കിന് പോയേ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുന്തി വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, നിന്നെ എന്റേത് മാത്രമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നീ വേറൊരു കമ്പനിയിൽ പോയി ജോലിക്ക് കയറി, ഇനി നിന്നെ എന്റെ കൂടെ നിർത്താനായിട്ട് ഞാൻ ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. പീച്ചിന് പിന്നെ കുന്തിയുടെ ഇങ്ങനത്തെ ഡയലോഗൊക്കെ ഇപ്പൊ ശീലാണ്. അപ്പൊ പീച്ച് വലിയ മൈൻഡ് ആക്കാണ്ട് പറയുന്നുണ്ട്, നിന്റെ കാറിന്റെ കീ തരാം, ഞാൻ ഈവനിങ് വന്നിട്ട് നിന്നെ പിക്കപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുന്തിയാണെങ്കിൽ ആകെ ഇങ്ങനെ ബ്ലഷ് ആയിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് കാറിന്റെ കീ എടുത്തിട്ട് പീച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കണ്ടെങ്കിൽ ആള് കൊടുക്കണില്ല. ആളെന്നിട്ട് പറയുന്നുണ്ട്, മോക്ക് നിന്നെ ഡ്രൈവ് ചെയ്തോളും, അതാകുമ്പോ നീ സേഫ് ആയിരിക്കുമല്ലോ, നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, കാർ റെഡി ആകുമ്പോ ഞാൻ അറിയിക്കാന്ന് പറഞ്ഞിട്ട് കുന്തി അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനില് കുന്തി പറഞ്ഞ പോലെ കാർ റെഡി ആയപ്പോ പീച്ചിട്ട് കാറിലേക്ക് കയറാൻ പോകുന്നതാണ് കാണിക്കുന്നത്. പീച്ച് എന്നിട്ട് കാറിലേക്ക് കയറിയ ഉടനെ പുറകിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫേസ് പ്രിന്റ് ചെയ്തിട്ടുള്ള കുഷീൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുന്തിയുടെ ഫേസ് ഉള്ളത്
പീച്ച് എടുക്കുന്നുണ്ട്. പീച്ച് എന്നിട്ട് ആ പില്ല നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കായിരുന്നു. അപ്പട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് നീ അവന് മിസ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പീച്ചപ്പം നോക്കിയപ്പോ അവിടെ ഇരിക്കണ ആളെ കണ്ടിട്ട് ആകെ ഷോക്കായി. നമ്മുടെ കുന്തിയാണെങ്കിൽ മാസ്കും കണ്ണടക്ക് വെച്ചിട്ട് അവിടെ ആൾമാറക്കം നടത്തിയിരിക്കുകയാണ്. പീച്ച് എന്നിട്ട് നല്ല ദേഷ്യത്തില് കുന്തിനപ്പം തന്നെ കാറി നിറക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ദേഷ്യത്തില് അവന് ചീത്ത പറയുന്നുണ്ട്. വെറുതെ ഒരു കണ്ണടി ഇയർപീസും വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചാ ഞാൻ എന്താ അത്രയ്ക്ക് മണ്ടനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുന്തിയാണെങ്കിൽ മാസ്ക് ഒക്കെ വലിച്ചേറിയിട്ട്, പക്ഷെ ഞാൻ കണ്ട ഡ്രാമയില് ആ ഹീറോയിൻ വെറുതെ ഒരു ഫേക്ക് മീശ വെച്ചുള്ളൂ. ആ മെയിൻ ലീഡിനാണെങ്കിൽ അവള് മനസ്സിലായേ ഇല്ല. ടീച്ചപ്പ് പറയുന്നുണ്ട് അത് ഡ്രാമയല്ലേ. ഇപ്പൊ 10 മിനിറ്റ് മുന്നേ എന്തുണ്ടായെന്നാണ് കാണിക്കണത്. നമ്മുടെ മോക്കാണെങ്കിൽ വാഷ്റൂമില് കൈ കഴുകിക്കൊണ്ട് നിൽക്കാണ്. അപ്പൊ നമ്മുടെ കുന്തി അവിടെ ചെന്നിട്ട് അവനോട് പറയുന്നുണ്ട് വേഗം നിന്റെ ഡ്രസ്സ് ഊരാൻ. ഇത് കേട്ടപ്പോ നമ്മുടെ മോക്കാണെങ്കിൽ ആകെ ഷോക്കായി. എന്നിട്ട് നമ്മുടെ കുന്തി അവന്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മോക്കിന്റെ ഡ്രസ്സ് എടുത്തതാണ്. പാവം നമ്മുടെ മോക്ക് ആകെ ബോക്സേഴ്സ് മാത്രം ഇട്ട് നിൽക്കാണ്. നമ്മുടെ കുന്തിയാണെങ്കിൽ എന്നിട്ട് ഒടുക്കത്തെ സ്റ്റൈലിംഗ് ആണ്. ആളുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ആ മുടിയൊക്കെ പിടിച്ചിട്ട് പുറകിക്കൊക്കെ ആക്കിയിട്ട് ഒടുക്കത്തെ ഒരുക്കാണ്. എന്നിട്ട് നമ്മുടെ മോക്കിനെ നോക്കി ചിരിച്ചിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് മോക്കിനോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് പീച്ചിനെ എപ്പോഴും വിളിക്കാറ്, പീച്ച് കപ്പ് എന്നാണോന്ന്. അപ്പൊ മോക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അവനെങ്ങനെ വിളിക്കാറെന്ന്. ഒന്നുകൂടി പറ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് വീണ്ടും പറയിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുന്തിയാണെങ്കിൽ അവിടെ പീച്ചിനെ എങ്ങനെ വിളിക്കുക എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവന് ഡൗട്ട് അടിക്കില്ലേ. പ്രാക്ടീസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പണ്ട് എന്തോ മറന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് മോക്കിന്റെ അടുത്തേക്ക് വീണ്ടും ചെന്നിട്ട് അവന്റെ കണ്ണട വരുന്നുണ്ട്. എന്നിട്ട് ആ മോക്കിനോട് പറയുന്നുണ്ട് എനിക്ക് ഇതും കൂടി തായോ, അതാകുമ്പോ പെർഫെക്റ്റ് ആയിരിക്കും, ഞാൻ നീയാണെന്ന് വിചാരിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട്. മോക്കിന്റെ എക്സ്പ്രഷൻ അപ്പൊ കാണണം. ബോസ് ആയി പോയി, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്താനേ. നമ്മുടെ കുന്തിയാണെങ്കിൽ എന്നിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യാണ്. ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ മോക്ക് പറയുന്നുണ്ട് ഇത് പെർഫെക്റ്റ് ആന്ന്. കുന്തി എന്നിട്ട് പീച്ചിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നെ കാണാൻ, നല്ല അടിപൊളിയായിട്ടില്ലേ, കൂളായിട്ടില്ലേച്ചാണെങ്കിലോ ഇതിനൊക്കെ എന്തെന്നാ പറയാന്ന് വെച്ചിട്ട് അന്തം വിട്ടാൻ നിൽക്കുന്നു. അടുത്ത സീനില് ഈ കുന്തിയുടെ നാടകമൊക്കെ കഴിഞ്ഞിട്ട് പീച്ച് എങ്ങനെയൊക്കെയോ അവന്റെ വർക്ക് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അവന്റെ സാധനങ്ങളൊക്കെ ഒടുക്കി വെക്കായിരുന്നു. അപ്പൊ അവന്റെ ഫ്രണ്ടിലേക്ക് ഒരാൾ ക്യാമറ നീട്ടിയിട്ട് ഞാൻ ക്യാമറ റിട്ടേൺ ചെയ്യാന്ന് പറയുന്നുണ്ട്. മീ ആൻഡ് തീയുടെ ഫസ്റ്റ് എപ്പിസോഡില് പീച്ച് ഒരു കുട്ടിക്ക് ക്യാമറ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഇനി നമ്മൾ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ വെച്ചിട്ട് കണ്ടുമുട്ടാണെങ്കിൽ അന്ന് ഈ ക്യാമറ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്നായിരുന്നു പീച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത സീനിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ആ പയ്യൻ പറയുന്നുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണെന്ന്. പീച്ചപ്പ ചോദിക്കുന്നുണ്ട് നീ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് എത്തിയെന്ന്. അപ്പൊ ആ പയ്യൻ പറയുന്നുണ്ട് ഞാനൊരു സ്കോളർഷിപ്പ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പുറത്തേക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകും. എനിക്കാണെങ്കിൽ ഒരുപാട് പ്രൊഫസേഴ്സിനെ അറിയാം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഏതെങ്കിലും പ്രൊഡക്ഷൻ സ്റ്റുഡിയോക്ക് ഇന്റേൺസിന് ആവശ്യമുണ്ടോന്ന്. ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെറുതായിട്ടൊക്കെ ചെയ്യും, സാധനങ്ങൾ കൊണ്ടുപോക്കിയായാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും. പിന്നെ എനിക്ക് നിങ്ങളെ കാണണമെന്നും കൂടി ഉണ്ടായിരുന്നു, നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ. ഇതൊക്കെ കേട്ടപ്പോൾ പീച്ച് പറയുന്നുണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് അവസാനം നമ്മൾ കണ്ടുമുട്ടിയെന്ന്. പോരാത്തതിന് നീ നിന്റെ ഡ്രീമിന് ഇതുവരെ കൈവിട്ടിട്ടില്ല, അതിലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇത് ചിലപ്പോൾ ചെറിയൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും, പക്ഷെ നീ എന്തായാലും അത് എടുത്തു കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പീച്ചപ്പ അവനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഇപ്പൊ കണ്ടുമുട്ടിയില്ലേ, നിനക്ക് എന്റെ അസിസ്റ്റന്റ് ആവാൻ താല്പര്യമുണ്ടോ, ഞാൻ എന്തായാലും പ്രൊഡ്യൂസറിനോട് നിനക്ക് വേണ്ടി സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പയ്യനും അതിന് സമ്മതാന്ന് പറയുന്നുണ്ട്. അടുത്ത സീനിൽ കുന്തി പീച്ച് അവന് കഴിഞ്ഞ സീസണില് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ സാധനം തൂക്കി പിടിച്ചോണ്ടിരിക്കുകയാണ്. കുന്തി എന്നിട്ട് പറയുന്നുണ്ട് വേഗം ഡ്രൈവ് M2. പീച്ച് ഇപ്പൊ തന്നെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങാറായില്ലേ M1 എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ മീറ മോക്കിനോട് ചോദിക്കുന്നുണ്ട് ഈ M എന്ന് വെച്ചാൽ എന്താന്ന്. മോക്കപ്പൊ പറയുന്നുണ്ട് മോക്ക് ആൻഡ് മീറാന്ന്. മോക്ക് എന്നിട്ട് കുന്തിനോട് പറയുന്നുണ്ട് പീച്ച് പറഞ്ഞതനുസരിച്ചിട്ട് അവരിതുവരെ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുന്തി പറയുന്നുണ്ട് ഞാനിപ്പൊ തന്നെ അവര് വല്ലാണ്ട് മിസ് ചെയ്യണ്ടെന്ന്. മീറ അപ്പൊ പറയുന്നുണ്ട് അത്രയ്ക്ക് മിസ് ചെയ്യണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് നോക്കായിരുന്നില്ലേന്ന്. അപ്പൊ നമ്മുടെ കുന്തി പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല, ഞാൻ അവനെ ഒരിക്കലും ശല്യപ്പെടുത്താൻ പാടില്ല. വർക്ക് ചെയ്യുമ്പോൾ അവൻ നല്ല ഫോക്കസ്ഡ് ആയിട്ട് വേണം ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുന്തിയുടെ ഫോണിലേക്ക് പീച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ അയച്ചിട്ട് ഇങ്ങനെ താഴെ മെസ്സേജ് ഉണ്ട് കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി, ഞാൻ എന്തായാലും വീട്ടിലെത്തുമ്പോൾ പറയാന്ന്. കുന്തി എന്നിട്ട് നല്ല ദേഷ്യത്തില് ഇതാണ് അമേസിംഗ്, പീച്ചിനെ എങ്ങനെ ഇതിനെ അമേസിംഗ് എന്നൊക്കെ വിളിക്കാൻ പറ്റുക, പീച്ചിനെ ഇന്ന് ജോലിക്ക് വിളിച്ചിട്ടുള്ള ആ കമ്പനിനെ ഇപ്പൊ തന്നെ മേടിക്കുന്നൊക്കെ കുന്തി പറയുന്നുണ്ട്. മോക്കപ്പൊ പറയുന്നുണ്ട് അല്ല നിങ്ങളല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞേ പീച്ച് വർക്ക് ചെയ്യുമ്പോ അവനെ ശല്യപ്പെടുത്താൻ പാടില്ലാന്ന്. കുന്തിയാണ് ഞാൻ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയിട്ട് ഇവരെന്താ കെട്ടുപിടിച്ച് നിൽക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി സൂം ചെയ്ത് നോക്കിയിട്ട് ആശ്വസിക്കുന്നുണ്ട്. അവർ അറ്റ്ലീസ്റ്റ്
ഒരു സേഫ് ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. മോക്കാണെങ്കിൽ എന്തുവാടാ ഇങ്ങനെ കുഴപ്പമെന്ന രീതിക്കാണ് ഇരിക്കുന്നത്. കുന്തിയാണെങ്കിൽ എന്നിട്ട് ഒന്നും കൂടി സൂം ചെയ്ത് നോക്കിയിട്ട് അതെന്തൊന്നാടാ മിനി ഹേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒടുക്കത് ദേഷ്യത്തിലിരിക്കുകയാണ്. വേറെ ആണെങ്കിൽ ഇതൊക്കെ എന്തൊന്നാടാ എന്ന രീതിക്കാണ് ഇരിക്കുന്നത്. മോക്കിന് പിന്നെ ഇതൊക്കെ ചെറുപ്പം മുതൽ ശീലമായ കാരണം പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. വേറെ അപ്പൊ മോക്കിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നേരത്തെ കമ്പനി മേടിക്കാൻ പറഞ്ഞില്ല, അത് നമ്മൾ ശരിക്കും ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മോക്ക് അത് വേണ്ടാന്ന് തലയാട്ടി കാണിക്കുന്നുണ്ട്. ഇവിടെ കുന്തിയാണെങ്കിൽ പുറകില് വീണ്ടും ആ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് മൂട് പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അടുത്ത സീനില് പീച്ച് ആ പയ്യനോട് അടുത്ത ഷൂട്ടിന് കാണാം, എന്തായാലും നീ നല്ലപോലെ വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എൻകറേജ് ചെയ്തിട്ട് ബൈയൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അവന് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും അടുത്ത ഷൂട്ടിന് കാണാന്ന് പറയുന്നിട്ട് പീച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. പീച്ച് എന്നിട്ട് പോണ വഴിക്ക് അരാനോട് ഫോണിൽ സംസാരിക്കുകയാണ്. പീച്ച് എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് നാളെയോ ഞാൻ കുന്തിയുടെ ഷെഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എനിക്ക് തോന്നുന്നു എന്തായാലും ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന്. ആരാൻ പീച്ചിനോട് നേരത്തെ പറഞ്ഞ ട്രീറ്റിന്റെ കാര്യമാണ് ഇവർ സംസാരിക്കുന്നത്. ആരാനപ്പോ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ ഡിഷസ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരാണ് അത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോണെന്നൊക്കെ പറയുന്നുണ്ട്. പീച്ചപ്പോ ഞങ്ങള് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്ത്, അതൊക്കെ കഴിക്കാൻ പറ്റണതാണോ എന്ന് അവനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആരാനപ്പോ പറയുന്നുണ്ടോ എന്നിങ്ങനെ കളയാക്കല്ലേന്ന്. ആരാനോട്ട് ചോദിക്കുന്നുണ്ട് ഏത് കളർ തീമാണ് വേണ്ടതെന്ന്. പീച്ചപ്പോ ചോദിക്കുന്നുണ്ട് കളർ തീമിന്റെ ആവശ്യമൊക്കെയുണ്ടോന്ന്. ആരാനപ്പോ പറയുന്നുണ്ട് എന്തായാലും ഇത് നിങ്ങളുടെ ആഫ്റ്റർ വെഡിങ് ഡിന്നർ അല്ലേ, നമുക്ക് എന്തായാലും പീച്ച് തീമിലെല്ലാം ചെയ്യാം, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മതി, ഞാൻ എന്തായാലും അത് നടത്തി തരാന്നൊക്കെ പറയുന്നുണ്ട്. പീച്ചപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് കുന്തിയുടെ ആ പില്ലോയ്ക്ക് നോക്കുന്നുണ്ട്. അടുത്ത സീനിൽ കുന്തിയുടെ വീടാണ് കാണിക്കുന്നത്. ഇവരിട്ട് കുട്ടികൾ ഉറങ്ങുന്ന റൂമിലേക്ക് വന്ന് നോക്കാണ്. പിള്ളേർ രണ്ടുപേരും ഓൾറെഡി ഉറങ്ങി കഴിഞ്ഞു. കുന്തിയപ്പോ പറയുന്നുണ്ട് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്, അത് കാരണമാണ് എനിക്ക് ഇവർ രണ്ടുപേരും ഉറക്കാൻ പറ്റാഞ്ഞത്. ഈ ഒരു കാരണം കൂടി കൊണ്ടാണ് എനിക്ക് തിരിച്ച് വർക്കിന് പോകാൻ തീരെ ഇഷ്ടമില്ലാത്തത്. എനിക്ക് നല്ല പേടിയാണ്, ഒരു അച്ഛൻ എന്ന നിലയിൽ എൻ്റെ ഡ്യൂട്ടീസ് ഒന്നും എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ലെങ്കിലോ. പീച്ചപ്പോ പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയാം പീച്ചുവിന് എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. പീച്ചപ്പോ പറയുന്നുണ്ട് ഞാൻ ഓർഫനേജിലായിരുന്ന ടൈമിൽ അവിടുത്തെ മദർ ഞങ്ങൾക്ക് എല്ലാവർക്കും അവരെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ചെറിയ ഡോളിനെ തരുമായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ ആ മദറിന് ഞങ്ങളുടെ എല്ലാവരും ഒരേപോലെ ഉറക്കാൻ പറ്റില്ലല്ലോ. കുന്തിയപ്പോ ചോദിക്കുന്നുണ്ട് ഡോളോ, പാവം നീ ഒരു പഞ്ചകൂരിനെ പോലെയല്ലേ വളർന്നേന്നിട്ട് കുന്തി ചോദിക്കുന്നുണ്ട്. പീച്ച് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ലൈറ്റായിട്ട് എത്തേണ്ട രാത്രികളിലൊക്കെ നമ്മളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇവർക്ക് ഒരു ഡോളിനെ കൊടുത്താലോ. ശരി അങ്ങനെ ചെയ്യാൻ പീച്ച് കുന്ന് പറഞ്ഞിട്ട് കുന്തി പറയുന്നുണ്ട്. ഇപ്പൊ ലുക്ക് പീച്ച് എന്നുള്ള വിളി മാറ്റിയിട്ട് പീച്ച് കുന്നായി ഇങ്ങനെ വിളി. ഇതോടുകൂടി ഈ പാർട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ടായിട്ട് ഉടനെ കാണാം. അടുത്ത പാർട്ടിൽ പീച്ചിന്റെ സർപ്രൈസ് ഒക്കെ എന്താണെന്ന് നമുക്കറിയാം.